സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ വീഡിയോയ്ക്ക് എന്ത് ഇൻട്രോ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം 80സിലെയും 90സിലെയൊക്കെ കുട്ടികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവരൊക്കെ ഇപ്പൊ എന്തായാലും വളർന്നു വലുതായി ഒരു ലൈഫൊക്കെ സെറ്റിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആൺകുട്ടികളെ മാറ്റി നിർത്തല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നി. അന്ന് ആ സമയത്തൊക്കെ കുട്ടികൾ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എവിടെ ഇരിക്കണം, എങ്ങനെ മിണ്ടണം എന്നൊക്കെ പാരൻസ് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് തരുമായിരുന്നു. അതൊക്കെ ബാക്കിയുള്ളവരെ കൂടെ കൺസിഡർ ചെയ്തിട്ട് ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും, മുതിർന്നവരെന്ത് വിചാരിക്കും, റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും, അത് കുട്ടിയെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇതൊക്കെ ട്രെയിൻ ചെയ്യുന്ന പാരന്റിനെ കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെ ഒരുപാട് വിചാരങ്ങളുടെ പുറത്തായിരുന്നു അല്ലെ. പിന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സാധനവും കൂടി ഉണ്ട്, വിവാഹം കഴിച്ച് അയക്കാനുള്ളതാണ്. അപ്പോൾ വേറൊരു വീട്ടിലേക്ക് പോകേണ്ട ആള് ഇപ്പോഴേ തന്നെ ട്രെയിൻഡ് ആവണം എന്നുള്ളത്. ഇങ്ങനെ ലൈഫിന്റെ ഒരു ഭാഗത്തെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്നു. അപ്പോൾ അവിടെ വരുമ്പോൾ ആ വീടിന് വേറൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ അതുമായിട്ട് യോജിച്ച് പോകാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളിങ്ങനെ മാറി മാറി പോകുന്നതിന്റെ ഇടയിൽ നമ്മളൊരു പാരന്റ് ആവുന്നതോടുകൂടി നമ്മൾ വേറൊരു ലോകത്തേക്ക് കടക്കുകയാണ്. നമ്മളെ ഉറക്കമൊഴിച്ച് കൊച്ചിനിരുന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ഫിസിക്കലി നമുക്ക് ഒരുപാട് വ്യത്യാസം വരുന്നു. വണ്ണം വെക്കുന്നവര്, വണ്ണം കുറയുന്നവര്, അതുപോലെ എന്തായാലും ഡെലിവറിയോടുകൂടി മിക്കവാറും ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ബാക്ക് പെയിൻ. അപ്പൊ അത്, ഹെയർ ലോസ് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഈ കുട്ടി നടക്കുന്നതും മുട്ടിലഴയുന്നതും സംസാരിക്കുന്നതൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരമ്മ ഇതിനെ സ്കൂളിലാക്കി കഴിയുമ്പോൾ പഠിക്കാനുള്ളതിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ കുട്ടിയെ ടോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു പാരന്റ്. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ 1, 2, 3 കുട്ടികളൊക്കെ ആയതിനു ശേഷം അവരൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ ആകുമ്പോഴാണ്, അതുവരെ അമ്മ ആരോ പറഞ്ഞ പോലെ ഒരു വാഷിംഗ് മെഷീനിൽ കിടന്ന് കറങ്ങുന്നത് പോലെയാണ്. അത് കഴിയുമ്പോഴാണ് ഇവർക്ക് ഒരു ബോധം വരാം, ഞാനും ഈ ലോകത്തുണ്ടല്ലോ അല്ലേ. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽക്കൊന്നും പിന്നീട് കുട്ടികളുടെ കാര്യങ്ങളിൽക്കൊന്നും ഇൻവോൾവ് ചെയ്യാനായിട്ട് ഇല്ലാതാകുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങാണ്, നമുക്ക് പണ്ട് പാട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഡാൻസ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ ഒന്ന് മോഡേൺ ആയിട്ട് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്നും നടന്നിട്ടില്ല. ഇനി അതിനു വേണ്ടി നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം എന്നുള്ളത്. അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു ബന്ധം വരുമോ എന്നുള്ളത്. അതിശയോക്തിയൊന്നുമല്ല. കാരണം അമ്മ ത്രെഡ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ പേരിൽ മകളുടെ വിവാഹം മുടങ്ങിപ്പോയ ഒരു കേസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നമ്മളൊരു ഇഷ്ടത്തിന് ഒന്ന് പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തു, അല്ലെങ്കിൽ ഹെയർ ഒന്ന് കട്ട് ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ കുട്ടികൾക്ക് ഇനി ഇൻ ഫ്യൂച്ചർ വരാൻ പോകുന്ന അവരെ വിവാഹം കഴിച്ചയക്കാൻ പോകുന്ന വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാവുമെന്നും അങ്ങനെ നമ്മുടെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു വിലങ്ങുതടിയാകും എന്ന് പറയുന്നവര് ചുറ്റുമുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹെയർ കട്ട് ചെയ്ത സമയത്ത് അന്ന് എൻ്റെ കുട്ടി 8th പഠിക്കുകയാണ്. ഇങ്ങനെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് സ്റ്റൈലായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരു വിവാഹാലോചനയൊക്കെ വരുമ്പോൾ നിന്നെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യില്ലേ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴാണ് നമ്മൾ ജീവിക്കുക? പാരന്റിന് വേണ്ടി ജീവിച്ചു തുടക്കത്തിൽ, നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും വേണ്ടി ജീവിച്ചു, അത് കഴിഞ്ഞ് വിവാഹം കഴിച്ചയച്ച വീടിന് വേണ്ടി, നമ്മൾ ജന്മം കൊടുത്ത കുഞ്ഞിന് വേണ്ടി, അങ്ങനെ ജീവിച്ചു വന്നിട്ട് ലൈഫിൽ ഒരു 40, 45, 50കളിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ പിന്നെയും അടുത്തൊരു കാര്യം പറഞ്ഞ് നമ്മളെ മുടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അത്തരം ആളുകളുടെ അഡ്വൈസ് ഒക്കെ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകാത്ത, സമൂഹത്തിന് തെറ്റായ മെസ്സേജ് കൊടുക്കാത്ത, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിന് മോശം വരുന്ന രീതിയിലല്ലാത്ത ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാം. അതിന് ഇനിയും നമ്മൾ എല്ലാവരുടെയും സമ്മതമൊക്കെ എടുത്തു വരുമ്പോഴേക്കും കാലമൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. നമുക്ക് പാട്ട് പഠിക്കണോ? പോയി പാട്ട് പഠിക്കുക. നമ്മുടെ സ്വരം നല്ലതാണോ? ഇനി എന്തോ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പലരും ചോദിക്കും. അതൊന്നും കാര്യമാക്കണ്ട. നമ്മുടെ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ തീർക്കുക. ഇതൊക്കെ കഴിഞ്ഞ് ഇനി പോയിട്ട് ഇവിടെ നിന്നൊക്കെ വിട്ടുപോയിട്ട് നമുക്കിതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ ഒരു പരിധി വരെയുള്ള സമയം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ നല്ല കുറെ വർഷങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ഇനിയുള്ള സമയങ്ങൾ 40ലും 45ലും 50കളിലും അതിന് മുകളിലുള്ളവരോടൊക്കെയാണ് പറയുന്നത്. ഇനിയുള്ള സമയം നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി
സ്പെൻഡ് ചെയ്യുക. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.